നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യയിലെ മുഖ്യ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ജനിച്ച വർഷം 1772. രാജാറാം മോഹൻ റോയ് ജനിച്ച വർഷം 1772. രാജാറാം മോഹൻ റോയ് ജനിച്ച സ്ഥലം ബംഗാളിലെ രാധാനഗർ. രാജാറാം മോഹൻ റോയ് ജനിച്ച സ്ഥലം ബംഗാളിലെ രാധാനഗർ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ആത്മീയ സഭ. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ. 1825 കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ്. 1825 കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവ്. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചാരണാർത്ഥം തുടങ്ങിയ വാരികയാണ് സംവാദ് കൗമുദി. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരിക സംവാദ് കൗമുദി. ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം 1828. ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ പേര് ബ്രഹ്മസഭ. ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ വർഷം 1830. സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കുവാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം 1829. 1829 സതി സമ്പ്രദായം നിർത്തലാക്കിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് രാജാറാം മോഹൻ റോയ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം. രാജാറാം മോഹൻ റോയ് ബംഗാളിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം വജ്രസൂചി. ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ആദ്യമായി ചൂണ്ടിക്കാട്ടിയത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ ആദ്യത്തെ മിഷനറി സ്കൂൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1930. റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ 11. റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ. കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപൻ രാജാറാം മോഹൻ റോയ്. 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ്. 1833 സെപ്റ്റംബർ 27 അന്തരിച്ച സാമൂഹ്യ നേതാവാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തികൾ ദേവേന്ദ്രനാഥ ടാഗോർ, കേശബ് ചന്ദ്ര സെൻ. ബ്രഹ്മസമാജത്തിൻ്റെ 2 പിരിവുകൾ: ആദി ബ്രഹ്മസമാജം, ഭാരതീയ ബ്രഹ്മസമാജം. ആദി ബ്രഹ്മസമാജം ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞ വർഷം 1866. സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം 1878. അപ്പോൾ ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞത് 1866. സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം 1878.
ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് ദേവേന്ദ്രനാഥ ടാഗോർ. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് ദേവേന്ദ്രനാഥ ടാഗോർ. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് കേശവ് ചന്ദ്രസെൻ. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസ്, ശിവാനന്ദ ശാസ്ത്രി. റാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന തത്വബോധിനി സഭ. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകനെന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയൻ വില്യംസ്. അടുത്തത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് 1803 ജനുവരി 12. സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് 1803 ജനുവരി 12. ഇന്ത്യയിൽ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? അപ്പോൾ വിവേകാനന്ദൻ്റെ, സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം ജനുവരി 12 ഇന്ത്യയിൽ യുവജന ദിനമായി ആചരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ദത്ത. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീ രാമകൃഷ്ണ പരമഹംസൻ. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീ രാമകൃഷ്ണ പരമഹംസൻ. ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ 1893. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളി രാജാ രവിവർമ്മ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദൻ. ചിക്കാഗോ സമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമിയെ വിശേഷിപ്പിച്ചത് ചക്രവാത സദൃശ്യനായ ഹിന്ദു. 1899 1900 പാരീസ് റിലീജിയസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടരായ ബ്രിട്ടീഷ് യുവതി സിസ്റ്റർ നിവേദിത. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യ സിസ്റ്റർ നിവേദിത. സ്വാമി വിവേകാനന്ദൻ്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടയായ ബ്രിട്ടീഷ് യുവതി സിസ്റ്റർ നിവേദിത. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യ സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ ആദ്യകാല നാമം മാർഗരറ്റ് എലിസബത്ത് നോബിൾ. സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യൻ സുബ്രഹ്മണ്യ ഭാരതി. സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യൻ സുബ്രഹ്മണ്യ ഭാരതി. സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടന വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് 1894. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ്. വിവേകാനന്ദ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന് പ്രസ്താവിച്ചത് സ്വാമി വിവേകാനന്ദൻ. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് നൽകിയ ആഹ്വാനം ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ, നിബോധത. കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വിവേകാനന്ദൻ 1892. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം 1902 ജൂലൈ 4. സ്വാമി വിവേകാനന്ദൻ്റെ പ്രമുഖ പത്രങ്ങൾ പ്രബുദ്ധ ഭാരതം, ഉത്ബോധനം. സ്വാമി വിവേകാനന്ദൻ്റെ പ്രമുഖ പത്രങ്ങൾ പ്രബുദ്ധ ഭാരതം, ഉത്ബോധനം. സ്വാമി വിവേകാനന്ദൻ്റെ പ്രധാന വചനങ്ങൾ വിവേകാനന്ദ വചനങ്ങൾ. ദരിദ്രനോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മയെന്നും എന്നു വിളിക്കും, മറിച്ചുള്ളവനെ ദുരാത്മയെന്നും. സംഘടന ശക്തിയാണ്, അതിൻ്റെ രഹസ്യം അച്ചടക്കത്തിലാണ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴി ഫുട്ബോൾ കളിയാണ് എന്ന് പ്രഖ്യാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഇരുമ്പിൻ്റെ മാംസപേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, വിവേകമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദ. അടുത്തത് ശ്രീ രാമകൃഷ്ണ പരമഹംസൻ. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീ രാമകൃഷ്ണ പരമഹംസൻ. രാമകൃഷ്ണ പരമഹംസയുടെ യഥാർത്ഥ പേര് ഗദ്ദാധർ ചാറ്റർജി, ഗദ്ദാധർ ചതോപാധ്യായ. ശ്രീ രാമകൃഷ്ണ പരമഹംസയുടെ പത്നി ശാരദാമണി. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് അഭിപ്രായപ്പെട്ടത് ശ്രീ രാമകൃഷ്ണ പരമഹംസൻ.
ശ്രീ രാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പ്രതാപ് ചന്ദ്ര മജൂംദാർ. വിവേകാനന്ദൻ ആദ്യമായി ശ്രീ രാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ച വർഷം 1881. ശ്രീ രാമകൃഷ്ണ പരമഹംസൻ സമാധിയായത് 1886 ഓഗസ്റ്റ് 16. ശ്രീ രാമകൃഷ്ണ പരമഹംസനോടുള്ള ആദരസൂചകമായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനം ശ്രീ രാമകൃഷ്ണ മിഷൻ 1897. രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂർ. രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗം ശാരദാ മഠം. അടുത്തത് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി ജനിച്ച വർഷം 1824. ഗുജറാത്തിലെ തങ്കര. ഇന്ത്യയിലെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ദയാനന്ദ സരസ്വതി. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മുൽശങ്കർ. മുൽശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയ അദ്ദേഹത്തിൻ്റെ ഗുരു സ്വാമി വിർജാനന്ദ. ആര്യസമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജത്തിൻ്റെ ആസ്ഥാനം ബോംബെ. ആര്യസമാജം സ്ഥാപിച്ച വർഷം 1875. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആര്യസമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജത്തിൻ്റെ ആസ്ഥാനം ബോംബെ. ആര്യസമാജം സ്ഥാപിച്ച വർഷം 1875. സത്യാർത്ഥ പ്രകാശം രചിച്ചത് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിക്കാൻ ഉപയോഗിച്ച ഭാഷ ഹിന്ദി. ദയാനന്ദ സരസ്വതിയുടെ ആരംഭിച്ച പത്രം ആര്യപ്രകാശം. ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രം ആര്യപ്രകാശം. ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ദയാനന്ദ സരസ്വതി. വേദഭാഷ്യ ഭൂമിക. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ്. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ്. സ്വാമി ദയാനന്ദ സരസ്വതി അന്തരിച്ച വർഷം 1883. ജോധ്പൂർ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ എത്തുകയും അവിടെ വെച്ച് വിഷം കലർന്ന ആഹാരം കഴിച്ച് മരിക്കാനിടയായ സാമൂഹ്യ പരിഷ്കർത്താവ് ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് ദയാനന്ദ സരസ്വതി. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടത് ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ്. സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ചത് ദയാനന്ദ സരസ്വതി. സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ. ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം സ്ഥാപിച്ച സംഘടന ആര്യ സമാജം. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജം. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 10 സിദ്ധാന്തങ്ങൾ. ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് 1886 ലാല ഹൻസ്രാജ്. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ലാഹോർ. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ലാഹോർ. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് രാമലിംഗ അടികൾ. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് രാമലിംഗ അടികൾ.